മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇന്ന് രാവിലെ കിച്ചൺ ടീമിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഫുഡ് തികയാത്തതിനെ പറ്റി. അങ്ങനെ നമ്മുടെ അനുമോള് ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ട്രൈ ചെയ്യുകയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ആരോടും മിണ്ടുന്നില്ല, ഒറ്റയ്ക്ക് പോയിരിക്കുന്നു, മുഖം വീർപ്പിച്ചിരിക്കുന്നു. പലരും കളിയാക്കിയൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോൾ, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ വിക്ടിം കാർഡ് എടുക്കുകയാണോ എന്നൊക്കെ. എന്തായാലും നമ്മുടെ അനുമോളെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റി. അതിനുശേഷം കിച്ചൺ ടീം ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയ ടീമാണ് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ കിച്ചൺ ടീമിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ ഒറ്റയ്ക്കിരിക്കുന്ന അനുമോളോട് സംസാരിക്കാൻ വേണ്ടി പ്രവീൺ വന്നിരിക്കുകയാണ്. കാരണം പ്രവീൺ ഇന്നലെ കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അനുമോളുമായിട്ട് സംസാരിച്ച് അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പ്രവീണിനുള്ള കുറച്ച് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് പ്രവീൺ എത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രവീൺ നമ്മളുടെ അനുമോളോട് ചോദിക്കുന്നത്, അനുമോൾ ഇതിനു മുമ്പും 3ഉം 4ഉം ദോശ വീതം കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് 2 ദോശ കൊടുത്തത് എന്തുകൊണ്ടാണ്? അതൊരു പ്രശ്നമാവില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നത്, പ്രശ്നമാകുമെങ്കിൽ ആവട്ടെ, പ്രശ്നമാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ കൊടുത്തത് എന്ന്. ഞാൻ ഇതിനു മുമ്പും 3ഉം 4ഉം ദോശ വീതം കൊടുത്തിട്ടുണ്ട്. പിന്നെ പലരും കിച്ചൺ ടീമിൽ കയറിയ സമയത്ത് എനിക്ക് 1 ദോശ വരെ കിട്ടിയ സമയമുണ്ട്. പക്ഷെ ഞാൻ ആരോടും ഒരു കംപ്ലൈൻറ്റിനോ അല്ലെങ്കിൽ വഴക്കിനോ പോയിട്ടില്ല. എനിക്ക് കിട്ടിയ ഫുഡ് ഞാൻ കഴിക്കാറുണ്ട്. വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടി ഇത് സ്വന്തം വീടൊന്നുമല്ലല്ലോ, ബിഗ് ബോസ് അല്ലേ. ഒരു നേരത്തെ ഒന്ന് വിശപ്പടക്കാനുള്ള ഫുഡ് ഞാൻ രാവിലെ കൊടുത്തു. ഇവർക്കൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിന്നൂടെ എന്ന് നമ്മുടെ പ്രവീണോട് ചോദിക്കുന്നു. അപ്പോൾ പ്രവീൺ പറയുന്നത്, ഇവിടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ 2 ദോശ കൊണ്ടൊന്നും ഒരു നേരത്തെ വിശപ്പ് പോലും മാറില്ല അനു എന്ന് പ്രവീൺ പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നത്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ അവരാരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എന്നിലെ ഒരു ചെറിയ പ്രശ്നം പോലും അവർ വലിയ വഴക്കാവുന്നു. ഈ സമയത്ത് അവിടെ ജിസയിലായിരുന്നെങ്കിൽ 2 ദോശ കൊടുത്താലും അവർ സമ്മതിക്കുമായിരുന്നു, അവരുടെ വയറും നിറയുമായിരുന്നു. അനുമോൾ എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ജിസയിലിനെ എടുത്തിടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇന്നും 2-3 തവണയാണ് പ്രവീണുമായിരുന്നു സംസാരിച്ച സമയത്ത് ജിസയിലിൻ്റെ കാര്യം എടുത്തിരുന്നത്. ജിസയിൽ സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് മുറിച്ചിട്ടു, എന്തിനാണ് അങ്ങനെ ഇടുന്നത്? അത്രയും ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കണോ? തക്കാളി മുറിക്കുന്നത് കണ്ടോ, എന്തിനാണ് തക്കാളി അത്രയും വലുപ്പത്തിൽ മുറിക്കുന്നത്? അങ്ങനെ പല പല റീസണുകളാണ് ജിസയിലിനെ കുറിച്ച് പറയുന്നത്. സത്യം പറഞ്ഞാൽ പ്രവീൺ സംസാരിക്കുന്നത് രാവിലത്തെ ദോശയുടെ ഇഷ്യൂവിനെ കുറിച്ചാണെങ്കിൽ അനുമോൾ പറയുന്നത് കിച്ചൺ ടീമിലെ ഇപ്പോൾ ഉള്ളവരുടെ കുക്കിങ്ങിനെ കുറിച്ചാണ്. അതിലും പ്രത്യേകിച്ച് ജിസയിലിനെ കുറിച്ചാണ് അനുമോൾ പറയുന്നത്. അതിനുശേഷം നമ്മുടെ അനുമോൾ പറയുന്നത്, ഇത്രയും പേര് ഇത്രയും പ്രശ്നമുണ്ടാക്കിയല്ലോ, ഞാൻ ഫുഡ് കഴിച്ചെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ പട്ടിണിയാണ്. പക്ഷേ എനിക്കതിനൊരു കുഴപ്പവുമില്ല. ഞാൻ ഇതിനു മുമ്പും പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് കരുതി ഞാൻ തല കറങ്ങി വീഴുകയോ മരിച്ചു പോവുകയോ ഒന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും എന്നെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ല. അപ്പോൾ പ്രവീൺ പറയുന്നത്, ഞാൻ നിനക്ക് ഫുഡ് എടുത്ത് തന്നിരുന്നല്ലോ, നീ എന്താ കഴിക്കാഞ്ഞത്? അപ്പോൾ ഷാനവാസിന് കൊടുത്തു എന്ന് നമ്മുടെ അനുമോൾ പറയുന്നു. അപ്പോൾ പ്രവീൺ പറയുന്നത്, എന്തുകൊണ്ട് ഷാനവാസിന് കൊടുത്തു? ഞാനത് നിനക്ക് തന്നല്ലേ. അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നത്, നമ്മുടെ കിച്ചൺ ടീമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെ കാര്യം നോക്കണം, അതിനുശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെയാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. കൂടാതെ അനുമോൾ വേറൊരു കാര്യം കൂടി പറയുന്നത്, ഇപ്പോൾ റേഷൻ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു അഹങ്കാരം. കാരണം അന്ന് കോഫിയുടെ പ്രശ്നം വന്ന സമയത്ത്, അതായത് നമ്മുടെ ജിസയിൽ കോഫി പൗഡർ എടുത്ത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായല്ലോ. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരം വൈകിയപ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു. അന്ന് രാത്രി ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എല്ലാവരും കരുതിയത് ബിഗ് ബോസ് ഫുഡ് തരുമെന്നാണ്. പക്ഷേ അവസാനം വരെ ബിഗ് ബോസ് ഫുഡ് തന്നില്ല. ഞാനൊക്കെ അന്ന് ഡിന്നർ കഴിക്കാതെയാണ് കിടന്നത്. എന്നിട്ട് ഇവിടെയുള്ള കുറച്ച് പേര് ആ റൈസ് എടുത്തിട്ട് കുക്കറിലിട്ട് കഞ്ഞിയാക്കി സവോളയും മുളക് പൊടിയും കൂട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം. ഇതിപ്പോൾ ഞാൻ കിച്ചൺ ടീമിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. പ്രവീൺ എന്തായാലും ഹോട്ട് സീറ്റിൽ ഇരുന്ന് പൊരിക്കുന്നത് പോലെ അനുമോളെ പൊരിക്കാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യനുകൾ അങ്ങോട്ട് ചോദിക്കുന്നു. പക്ഷേ അതിനൊന്നുമല്ല നമ്മുടെ അനുമോൾ ആൻസർ പറയുന്നത്. അനുമോളെ ന്യായീകരിച്ച് വേറെന്തൊക്കെയോ ആണ് സംസാരിക്കുന്നത്. രാവിലെ നൂറ് പറഞ്ഞതുപോലെ തന്നെ അനുമോൾ ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കില്ല, അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. അതിനുള്ള കഴിവ് അനുമോൾക്കില്ല എന്നാണ് നമ്മുടെ നൂറ് പറഞ്ഞത്. അതെന്തായാലും സത്യമാണെന്ന് നമുക്ക് ഇപ്പോൾ പ്രവീണുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.